സദാ സത്സ്വരൂപം ചിദാനന്ദകന്ദം ജഗത്സംഭവസ്ഥാനസംഹാരഹേതും സ്വഭക്തേച്ഛയാമാനുഷം ദർശയന്തം നമാമീശ്വരം സദ്ഗുരും സായിനാഥം. അധ്യായം 4. ഋഷിമാരുടെ പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ അധ്യായത്തിൽ സായി സച്ചരിതം എഴുതാൻ ഇടവരുത്തിയ ചുറ്റുപാടുകളെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചു. ഇപ്പോൾ സായിബാബ ഷിർദിയിലേക്ക് ആദ്യമായി വന്നതിനെക്കുറിച്ച് പറയാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത 4-ാം അധ്യായം 7-8 ശ്ലോകങ്ങളിൽ ഇപ്രകാരം പറഞ്ഞു: യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതായത്, ധർമ്മഭ്രംശം വന്ന് അധർമ്മം തലപൊക്കുമ്പോൾ ഞാൻ സംജാതനായി ദുഷ്കൃതന്മാരെ നശിപ്പിച്ച് സാധു സംരക്ഷണം ചെയ്ത് ധർമ്മം പുനഃസ്ഥാപിക്കുന്നു എന്നർത്ഥം. ഇത് തന്നെയാണ് ഭഗവാന്റെയും ഋഷിമാരുടെയും സ്ഥിതപ്രജ്ഞരുടെയും പ്രവർത്തന പദ്ധതി. അവർ അനുയോജ്യമായ സ്ഥലകാലങ്ങളിൽ അവതരിച്ച് അവരുടെ പ്രവൃത്തി നടത്തിപ്പോകുന്നു. ഉദാഹരണമായി, ദ്വിജന്മാരായ ബ്രാഹ്മണ ക്ഷത്രിയന്മാർ കൃത്യവിലോപം വരുത്തുകയും ശൂദ്രന്മാരായ ഹീനന്മാർ ആ സ്ഥാനം കരസ്ഥമാക്കുകയും ആധ്യാത്മിക ഗുരുക്കന്മാർ അവഹേളിക്കപ്പെടുകയും മതപരമായ കാര്യങ്ങളിൽ ആരും ശ്രദ്ധിക്കാതിരിക്കുകയും എല്ലാവരും ഞാൻ പണ്ഡിതനാണെന്ന് സ്വയമേവ ഭാവിക്കുകയും ജനങ്ങൾ വർജ്യങ്ങളായ ഭക്ഷണങ്ങളും ലഹരി വസ്തുക്കളും ഉപയോഗിക്കുകയും മതത്തിൻ്റെ പേരിൽ ദുഷ്ടപ്രവർത്തികൾ നടത്തുകയും വ്യത്യസ്ത മതവിഭാഗങ്ങൾ അന്യോന്യം കലഹിച്ച് നശിക്കുകയും ബ്രാഹ്മണർ സന്ധ്യ ആചരിക്കാതിരിക്കുകയും മറ്റുള്ളവർ മതപരമായ ചടങ്ങുകൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴും യോഗികൾ ധ്യാനം ഉപേക്ഷിക്കുകയും ജനങ്ങൾ ധനം, സന്താനം, പത്നി എന്നിവ മാത്രമാണ് വലുതെന്ന് ധരിച്ച് ആധ്യാത്മിക മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യുമ്പോൾ ഋഷിമാർ പ്രത്യക്ഷീഭൂതരായി സംഗതികൾ ശരിപ്പെടുത്തുവാനായി അവരുടെ മഹത്തായ ലീലകൾ കാണിച്ചു തരുന്നു. അവർ ഒരു ദീപസ്തംഭം പോലെ നേർവഴി കാണിച്ചു തരുന്നു. ഇത്തരത്തിൽ പ്രത്യക്ഷീഭൂതരായ ഋഷിമാരാണ് നിവൃത്തി, ജ്ഞാനദേവ്, മുക്താഭായ്, നാമദേവ്, ഗോര, ഗോണായി, ഏകനാഥ്, തുക്കാറാം, നരഹരി, നാർസിബായ്, സാജൻ കസായ്, സവദ, രാമദാസ് മുതലായവർ. ഇവർ പല സ്ഥലങ്ങളിലും കാലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് ലോകർക്ക് ശരിയായ മാർഗം കാണിച്ചു കൊടുത്തു. ഒടുവിൽ ഷിർദിയിലിതാ സായിബാബയായി പ്രത്യക്ഷീഭൂതനായിരിക്കുന്നു. ഷിർദി ഒരു പുണ്യതീർത്ഥം. അഹമ്മദ് നഗർ ജില്ലയിലെ ഗോദാവരി തടങ്ങൾ അനവധി മഹാത്മാക്കൾക്ക് ജന്മവും താവളവും കൊടുത്ത സ്ഥലമാണ്. അവരിൽ അഗ്രഗണ്യൻ ജ്ഞാനേശ്വരനായിരുന്നു. അഹമ്മദ് നഗർ ജില്ലയിലെ കോപ്പർഗാവോൺ താലൂക്കിലാണ് ഷിർദി. അവിടെ നിന്ന് ഗോദാവരി നദി കടന്നാൽ ഷിർദിയിലേക്കുള്ള വഴിയാണ്. അങ്ങനെ 9 നാഴിക നടന്നാൽ നിമോ ഗാവോണിലെത്തും. അവിടെ നിന്ന് നോക്കിയാൽ ഷിർദി കാണാവുന്നതാണ്. ഗംഗാപൂർ, നരസിംഹവാടി, ഔദുംബർ എന്നീ പ്രദേശങ്ങൾ പോലെ തന്നെ ഷിർദിയും പ്രശസ്തമാണ്. മഹാത്മാവായ ദാമാജി പന്തർപൂരിനടുത്ത് മംഗൾവേദത്തിലെന്ന പോലെയും സമർത്ഥ രാമദാസ് സജ്ജൻഗഡിലെന്ന പോലെയും ശ്രീ നരസിംഹ സരസ്വതി നർസോ ബാച്ചിവാഡയിലെന്ന പോലെയും ശ്രീ സായിനാഥൻ ഷിർദിയിൽ കുടികൊണ്ട് ആ പ്രദേശത്തെ പരിപാവനമാക്കി. സായിബാബയുടെ പ്രത്യേകത. സായിബാബ കാരണമാണ് ഷിർദി പ്രസിദ്ധമായി തീർന്നത്. ബാബയുടെ വ്യക്തിത്വം എപ്രകാരമാണെന്ന് നോക്കാം. ബാബ ദുഷ്കരവും ദുസ്തരവുമായ സംസാരത്തെ കീഴടക്കിയിരുന്നു. നിത്യശാന്തത ബാബയുടെ അലങ്കാരവും അപാരജ്ഞാനം ബാബയുടെ കൈമുതലുമാണ്. വൈഷ്ണവ ഭക്തന്മാരുടെ ആസ്ഥാനമാണ് ബാബ. ദാതാക്കളിൽ ദാതാവാണ് കർണനെപ്പോലെ ബാബ. തത്വങ്ങളുടെ രത്നച്ചുരുക്കമാണ് ബാബ. ക്ഷണിക വസ്തുക്കളിൽ യാതൊരു താല്പര്യവുമില്ലാതെ ബാബ ആത്മവിജ്ഞാനത്തിൽ സദാ മുഴുകിയിരിക്കും. ഇഹത്തിലും പരത്തിലുമുള്ള ഭോഗങ്ങളിൽ വിരക്തനാണ്. ബാബയുടെ അന്തരംഗം കണ്ണാടി പോലെ നിർമ്മലവും
വാക്കുകൾ അമൃതധാരകളുമായിരുന്നു. ധനികനും ദരിദ്രനും ബാബയ്ക്ക് വ്യത്യാസമില്ലായിരുന്നു. ബാബ പ്രശസ്തിക്ക് ആഗ്രഹിക്കുകയോ ദുഷ്പേരിനെ ഭയപ്പെടുകയോ ചെയ്തിരുന്നില്ല. സമസ്ത ജീവജാലങ്ങളുടെയും നാഥനായിരുന്നു സായിബാബ. ബാബ എല്ലാവരുമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തിരുന്നതിന് പുറമെ തെരുക്കൂത്തുകളും ദേവദാസി നൃത്തങ്ങൾ പോലും കാണുകയും നാടൻ ഗസൽ സംഗീതം കേൾക്കുകയും ചെയ്തിരുന്നു. എന്നാലും സമാധിസ്ഥ സ്ഥിതിയിൽ നിന്ന് ബാബ ഒരിഞ്ച് പോലും വ്യതിചലിച്ചിരുന്നില്ല. അള്ളാഹു എന്ന പദം എപ്പോഴും ഉരുവിട്ടിരുന്നു. യാനീഷ സർവഭൂതാനാം തസ്യാം ജാഗൃതി സംയമി എന്നത് ബാബയുടെ കാര്യത്തിൽ തികച്ചും ശരിയായിരുന്നു. ലോകത്തിന് താൽപ്പര്യമുള്ളതിൽ ബാബ തികച്ചും നിസ്സംഗനായിരുന്നു. ബാബയുടെ ജഠരം ആഴക്കടൽ പോലെ ശാന്തമായിരുന്നു. ബാബയുടെ ആശ്രമമേതെന്നും ക്രീഡകൾ എന്തെന്നും പറയാനാവില്ലെങ്കിലും ബാബ എവിടെയായിരുന്നാലും ലോകത്തിൽ നടക്കുന്നതെന്തും അറിഞ്ഞുകൊണ്ടിരുന്നു. ബാബയുടെ ദർബാർ ഗംഭീരമായിരുന്നു. ബാബ ദിനംപ്രതി നൂറുകണക്കിന് കഥകൾ പറഞ്ഞിരുന്നുവെങ്കിലും മൗനവ്രതത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിച്ചിരുന്നില്ല. ബാബ മസ്ജിദിൻ്റെ ചുമരുചാരി നിൽക്കുകയും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ലണ്ടിയിലേക്കും ചാവടിയിലേക്കും നടക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ആത്മാവിൽ ബാബ സ്ഥിരപ്രതിഷ്ഠനായിരുന്നു. സിദ്ധനെങ്കിലും സാധകനെപ്പോലെ പെരുമാറിയിരുന്നു. ബാബ എളിയവനും അഹംഭാവഹീനനുമായി പെരുമാറി എല്ലാവരെയും സന്തോഷിപ്പിച്ചു. അതായിരുന്നു സായിബാബ. ബാബയുടെ പാദധൂളിയേറ്റ് ഷിർദി പരിപാവനമായി. ജ്ഞാനേശ്വർ അളന്തിയും ഏകനാഥ് പൈഥനും ഉദ്ധരിച്ച പോലെ സായിബാബ ഷിർദിയെ ഉദ്ധരിച്ചു. ഷിർദിയിലെ പുല്ലുകളും കല്ലുകളും അനുഗ്രഹീതങ്ങളാണ്. കാരണം അവയ്ക്ക് സായിബാബയുടെ പാദങ്ങൾ ചുംബിച്ച് പാദരേണുക്കൾ ശിരസാവഹിക്കാൻ കഴിഞ്ഞിരുന്നുവല്ലോ. ഭക്തന്മാർക്ക് ഷിർദി മറ്റൊരു പന്തർപൂർ, ജഗന്നാഥ്, ദ്വാരക, കാശി, രാമേശ്വരം, ബദ്രി, കേദാർ, നാസിക്, ത്രംബകേശ്വർ, ഉജ്ജയിൻ, മഹാകലേശ്വർ അഥവാ മഹാബലേശ്വർ, ഗോകർണം ഇതൊക്കെയായി. ഷിർദിയിൽ ബാബയെ സന്ദർശിക്കൽ നമ്മുടെ വേദവും തന്ത്രവും ആയി. അത് സംസാര ദുഃഖം തീർത്ത് ആത്മജ്ഞാനത്തിലേക്ക് നയിച്ചു. സായി ദർശനം നമ്മുടെ യോഗസാധനയായി. ബാബയോടുള്ള സംഭാഷണം പാപമോചന മാർഗമായി. ബാബയുടെ പാദസേവ ത്രിവേണി പ്രയാഗിലെ സ്നാനത്തിന് തുല്യമായി. പാദതീർത്ഥസേവ ആശാനാശകരവുമായി. ബാബയുടെ കൽപ്പന വേദവും ബാബയുടെ ഉധി ഭക്ഷിക്കൽ പ്രസാദവും പരിശുദ്ധമാക്കുന്നതുമായി തീർന്നു. ബാബ നമ്മുടെ ശ്രീകൃഷ്ണനും ശ്രീരാമനും പരബ്രഹ്മവും ആണ്. ബാബ ദ്വന്ദ്വഹീനനാണ്. സന്തോഷമോ സന്താപമോ ബാബയ്ക്കില്ല. ബാബ ആത്മാവിൽ സ്ഥിതി, ജ്ഞാനം, ആനന്ദം എന്ന നിലയിൽ സദാ നിലകൊണ്ടു. ഷിർദി സായിബാബയുടെ കേന്ദ്രസ്ഥാനമായിരുന്നുവെങ്കിലും ബാബയുടെ ലീലകൾ ദൂരദേശങ്ങളായ പഞ്ചാബ്, കൽക്കത്ത, ഉത്തരേന്ത്യ, ഗുജറാത്ത്, ഡക്കാൻ, കർണാടക എന്നിവിടങ്ങളിലെല്ലാം കാണപ്പെട്ടു. ഇങ്ങനെ സായിബാബയുടെ പ്രശസ്തി നാനാഭാഗത്തും പരന്ന് എല്ലാ പ്രദേശക്കാരും ബാബയുടെ ദർശനത്തിനും അനുഗ്രഹത്തിനുമായി വന്നുകൊണ്ടിരുന്നു. ദർശനമാത്രയിൽ തന്നെ ശുദ്ധഹൃദയനും ദുഷ്ടഹൃദയനും ശാന്തിയെ പ്രാപിച്ചു. പന്തർപൂരിൽ വിറ്റൽ രഘുമായിയെ ദർശിച്ച അതേ ആനന്ദം അവർക്ക് ഇവിടെയും കിട്ടിക്കൊണ്ടിരുന്നു. ഇതൊരു വലുതാക്കി പറയലല്ല. ഒരു ഭക്തൻ ഇക്കാര്യത്തെപ്പറ്റി പറയുന്നത് നോക്കുക. ഗൗലീഭുവ വചനം. ഗൗലീഭുവൻ എന്നു പേരായ 95ഓളം വയസ്സു ചെന്നൊരു ഭക്തൻ പന്തർപൂരിലെ പൂജാരിയായിരുന്നു. അദ്ദേഹം 8 മാസം പന്തർപൂരിലും 4 മാസം, അതായത് ആഷാഢം മുതൽ കാർത്തിക വരെ, ജൂലൈ മുതൽ നവംബർ വരെ ഗംഗാതീരത്തും താമസിച്ചു. അദ്ദേഹത്തിൻ്റെ സാമാനങ്ങൾ ചുമക്കാൻ ഒരു കഴുതയും തുണയ്ക്ക് ഒരു ശിഷ്യനുമുണ്ടായിരിക്കും. എല്ലാ കൊല്ലവും അദ്ദേഹം പന്തർപൂരിലേക്ക് പോകുമ്പോൾ സായിബാബയെ കാണാൻ ഷിർദിയിൽ വരിക പതിവായിരുന്നു. അദ്ദേഹത്തിന് ബാബയെ വലിയ സ്നേഹമായിരുന്നു. അദ്ദേഹം ബാബയെ തന്നെ നോക്കി പറയും, ഇത് സാധുരക്ഷകനും അസഹായ സഹായകനുമായ പണ്ഡരീനാഥ വിറ്റൽ അവതരിച്ചതാണ് എന്ന്. എത്രയോ തവണ പണ്ഡരിയിൽ പോയ ഈ ഗൗലീഭുവൻ തീർത്ത് പറയുകയാണ്, സായിബാബ വിറ്റൽ ആണ്. വിറ്റൽ ദർശനം. സായിബാബയ്ക്ക് ദൈവനാമങ്ങൾ സ്മരിക്കുന്നതും പാടുന്നതും വലിയ ഇഷ്ടമായിരുന്നു. ബാബ സദാ അല്ലാ മാലിക് എന്ന് പറയുമായിരുന്നു. മറ്റുള്ളവരെ കൊണ്ട് അഖണ്ഡമായി 7 ദിനരാത്രങ്ങൾ സപ്താഹരൂപേണ നാമജപം നടത്തിക്കുകയും ചെയ്യുമായിരുന്നു.
ഇതിന് നാമസപ്താഹമെന്ന് പറയും. ഒരിക്കൽ ബാബ ദാസ്കനു മഹാരാജിനോട് നാമസപ്താഹം നടത്താൻ പറഞ്ഞു. ദാസ്കനു അതിന് 7-ാം ദിവസം കാലം കൂടുമ്പോൾ വിറ്റൽ ദർശനം കിട്ടുന്ന പക്ഷം നാമസപ്താഹം നടത്താമെന്ന് മറുപടി പറഞ്ഞു. ബാബ അതിന് പറഞ്ഞ മറുപടി, വിറ്റൽ തീർച്ചയായും വരും, പക്ഷേ ഭക്തൻ ഉദ്ദേശശുദ്ധിയുള്ളവനും ഉത്സുകനുമായിരിക്കണമെന്ന് മാത്രം എന്നാണ്. അയാളുടെ തലയിൽ കൈവച്ച് ബാബ വീണ്ടും പറഞ്ഞു, ഡാക്കൂർനാഥിൻ്റെ രംഗാപുരിയും വിച്ചലിൻ്റെ പണ്ടരിയും കൃഷ്ണൻ്റെ റൺചോടിൻ്റെ ദ്വാരകയും ഇവിടെ ഷിർദിയിൽ തന്നെയാണ്. ഒരാൾ ദൂരദേശത്ത് പോയി ദ്വാരക കാണേണ്ടതില്ല. വിച്ചൽ വിദൂരത്ത് നിന്ന് വരേണ്ടതുമില്ല. വിച്ചൽ ഇവിടെയാണ്. ഭക്തിപൂർണമായ മനസ്സോടെ ഭക്തൻ പാടുമ്പോൾ വിച്ചൽ ഇവിടെ വെച്ച് രൂപം കൊള്ളുന്നു, ഈ ഷിർദിയിൽ വെച്ച് തന്നെ. സപ്താഹാവസാനം വിച്ചൽ താഴെ വിവരിച്ച പ്രകാരം പ്രത്യക്ഷപ്പെട്ടു. കാക്കാ സാഹിബ് ദീക്ഷിതിന് ധ്യാനത്തിലിരിക്കുമ്പോൾ വിച്ചൽ ദർശനം ഉണ്ടായി. പിന്നീട് ബാബയെ കണ്ടപ്പോൾ ബാബ വെട്ടിത്തുറന്ന് ചോദിച്ചു, വിച്ചൽ പട്ടേൽ വന്നില്ലേ? നീ കണ്ടില്ലേ? വളരെ കുസൃതിക്കാരനാണ്. ബലമായി പിടിച്ചോ, അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോവും. അശ്രദ്ധ ഒരിക്കലും കാണിക്കരുത്. ഇത് കാലത്താണ് സംഭവിച്ചത്. ഉച്ചയ്ക്ക് മറ്റൊരു വിറ്റൽ ദർശനം കൂടി ഉണ്ടായി. ഒരു തെരുവ് കച്ചവടക്കാരൻ വിറ്റലിൻ്റെ 10-30 പടങ്ങൾ വിൽക്കാൻ വന്നു. ഈ ചിത്രങ്ങൾ കാക്കാ സാഹിബിനുണ്ടായ ദർശനത്തിൽ കണ്ട പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇത് കണ്ട് ബാബയുടെ വാക്കുകൾ ഓർമ്മിച്ച് കാക്കാ സാഹിബ് അത്യധികം സന്തുഷ്ടനായി. ഒരു പടം അതിൽ നിന്ന് വാങ്ങി അദ്ദേഹം പൂജാമുറിയിൽ വെച്ചു. ഭഗവന്ത് ക്ഷീരസാഗറിൻ്റെ കഥ. ബാബയ്ക്ക് വിത്തൽ ആരാധന എത്രമാത്രം ഇഷ്ടമായിരുന്നുവെന്ന് താഴെ വിവരിക്കുന്ന കഥ കൊണ്ട് തെളിയുന്നതാണ്. ഭഗവന്ത് റാവുവിൻ്റെ അച്ഛൻ വിറ്റോബ ഭക്തനായിരുന്നതിനാൽ കൊല്ലം തോറും പണ്ഡർപൂരിൽ പോയി ദർശനം ചെയ്തിരുന്നു. അദ്ദേഹം വിറ്റോബയുടെ ഒരു വിഗ്രഹം വീട്ടിൽ വെച്ചും പൂജിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം മകൻ പണ്ഡർപൂർ യാത്രയും വിഗ്രഹപൂജയും ശ്രാദ്ധവും എല്ലാം നിർത്തിവെച്ചു. ഭഗവന്ത് റാവു ഷിർദിയിൽ വന്നപ്പോൾ ബാബ അയാളുടെ പിതാവിനെ ഓർമ്മിച്ച് ഇപ്രകാരം പറഞ്ഞു, ഇവൻ്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് മകനെ ഞാനിങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നത്. ഇവൻ നൈവേദ്യം കൊടുക്കാതെ എന്നെയും വിച്ചലിനെയും പട്ടിണിക്കിട്ടവനാണ്. അതുകൊണ്ട് ഞാൻ അവനെ ഇവിടെ വരുത്തിയതാണ്. അവനെ പശ്ചാത്തപിപ്പിച്ച് ആരാധനയിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുപോകും. ദാസ്കനുവിൻ്റെ പ്രയാഗസ്നാനം. ഹിന്ദു വിശ്വാസപ്രകാരം ഗംഗാ യമുന സംഗമസ്ഥാനമായ പ്രയാഗിലെ സ്നാനം വളരെ പുണ്യവത്താണെന്നുള്ളതുകൊണ്ട് ആയിരക്കണക്കിന് ഭക്തന്മാർ പല അവസരങ്ങളിലും അവിടെ സ്നാനത്തിന് പോകുന്നു. ഒരിക്കൽ ദാസ്കനുവിന് പ്രയാഗ സ്നാനത്തിന് പോകണമെന്ന് തോന്നി. ബാബയോട് അനുമതി ചോദിക്കാൻ ചെന്നു. ബാബ ഇപ്രകാരം മറുപടി പറഞ്ഞു, അത്ര ദൂരേക്കൊന്നും പോകേണ്ടതില്ല. നമ്മുടെ പ്രയാഗ് ഇവിടെ തന്നെയാണ്. എന്നെ വിശ്വസിക്കുക. അപ്പോൾ കണ്ട അതിശയം അവർണ്ണനീയമായിരുന്നു. ദാസ്കനു ബാബയുടെ പാദത്തിൽ തലവെച്ചപ്പോൾ ബാബയുടെ 2 കാലിൻ്റെയും തള്ളവിരലുകളിൽ നിന്നു ശക്തിയായി ഗംഗാ യമുന തീർത്ഥങ്ങൾ ഒഴുകാൻ തുടങ്ങി. ഈ ലീല കണ്ട് ദാസ്കനു ഭക്തി പരവശനായി 2 കണ്ണിൽ കൂടിയും കണ്ണീരൊഴുക്കി. അയാൾക്ക് ആന്തരിക പ്രചോദനം വന്നു. ഒരു മധുര സംഗീതം വഴി ബാബയെ സ്തുതിച്ചു. സായിബാബയുടെ അതുല്യ തത്വങ്ങളും ഷിർദിയിലേക്കുള്ള ആദ്യ സന്ദർശനവും. സായിബാബയുടെ മാതാപിതാക്കളെപ്പറ്റിയോ ജനനത്തെപ്പറ്റിയോ ജനന സ്ഥലത്തെപ്പറ്റിയോ ആർക്കും ഒന്നും അറിയില്ല. പല അന്വേഷണങ്ങളും നടത്തിയിട്ടും ബാബയോട് പലതവണ ചോദിച്ചിട്ടും തൃപ്തികരമായ ഒരു വിവരവും ലഭിച്ചിട്ടുമില്ല. നമുക്ക് യഥാർത്ഥത്തിൽ ഈ വക കാര്യങ്ങളെപ്പറ്റി ഒന്നും അറിയില്ല. നാമദേവും കബീറും സാധാരണ മനുഷ്യരെ പോലെ ജനിച്ചവരല്ല. അവരെ ശിശുക്കളെന്ന നിലയ്ക്ക് കണ്ടെത്തിയതാണ്. നാമദേവിനെ ഗോണായി ഭീമാരഥി നദിയിൽ നിന്നും കണ്ടെടുത്തു. കബീറിനെ തമൽ എന്നിവർ ഭാഗീരഥി നദിയിൽ നിന്നും കണ്ടെടുത്തു. അതുപോലെ തന്നെയാണ് സായിബാബയുടെ ചരിത്രം. ബാബ ആദ്യം ഏകദേശം 16 വയസ്സുള്ള ഒരു ബാലൻ്റെ രൂപത്തിൽ ഭക്തന്മാർക്ക് വേണ്ടി ഷിർദിയിലെ ഒരു വേപ്പുമരച്ചുവട്ടിൽ ആവിർഭവിച്ചു. അന്നും സായിബാബയിൽ ബ്രഹ്മജ്ഞാനം നിറഞ്ഞൊഴുകിയിരുന്നു. സ്വപ്നത്തിൽ പോലും ലൗകികങ്ങൾ തൽപരനായിരുന്നില്ല. ബാബ മായയെ തട്ടിക്കളഞ്ഞു. മുക്തി ബാബയ്ക്ക് പാദസേവ ചെയ്തിരുന്നു. നാനാ ചോപ്ദാറിൻ്റെ വൃദ്ധമാതാവ് ബാബയെപ്പറ്റി ഇപ്രകാരം പറഞ്ഞു, ഈ സുമുഖനും മിടുക്കനുമായ ബാലനെ ആദ്യം
ഒരു വേപ്പുമരച്ചുവട്ടിൽ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. ഷിർദിയിലുള്ളവർ ഇത്ര ചെറിയൊരു ബാലൻ ചൂടും തണുപ്പും വകവയ്ക്കാതെ തപസ് ചെയ്യുന്നത് കണ്ട് അതിശയിച്ചു. പകൽ സമയം ബാലൻ ആരോടും ഇടപഴകിയില്ല, രാത്രി ആരെയും ഭയപ്പെട്ടുമില്ല. ജനങ്ങൾ ഈ ബാലൻ എവിടെ നിന്ന് വന്നുവെന്ന് അതിശയിച്ചു. അതിസുന്ദരനായിരുന്നതിനാൽ കാഴ്ചയിൽ തന്നെ ബാലനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. ബാബ ഒരു വീട്ടിലും പോയില്ല, സദാസമയവും വേപ്പുമരച്ചുവട്ടിൽ തന്നെ ഇരിക്കും. പുറമേക്ക് വളരെ ചെറുതായി തോന്നുമെങ്കിലും ആന്തരികമായി ബാലൻ ഒരു മഹാത്മാവായിരുന്നു. നിസ്സംഗത്വത്തിൻ്റെ മൂർത്തിമത് ഭാവമായിരുന്നു ബാലൻ. ഒരിക്കൽ ഖണ്ഡോബയുടെ ആവേശം കയറിയ ഒരു ഭക്തനോട് ജനങ്ങൾ ഇപ്രകാരം ചോദിച്ചു: ദേവാ, ഈ ബാലൻ ഏത് പുണ്യാത്മാവിൻ്റെ പുത്രനാണ്? എവിടെ നിന്ന് വന്നതാണ്? ഖണ്ഡോബയുടെ കോമരം കയറിയ ആൾ ഒരു മൺവെട്ടി കൊണ്ടുവന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് കുഴിക്കാൻ പറഞ്ഞു. കുഴിച്ചുകൊണ്ടിരിക്കെ കുറേ ഇഷ്ടികകൾ കണ്ടു. പിന്നീട് ഒരു പരന്ന ശില കണ്ടു. ആ ശില നീക്കം ചെയ്തപ്പോൾ ഒരു ഇടനാഴി കണ്ടു. അവിടെ 4 മൺവിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നിരുന്നു. ഇടനാഴി ഒരു മുറിയിലാണ് അവസാനിക്കുന്നത്. അവിടെ പശുമുഖത്തിൻ്റെ ആകൃതി നിർമ്മിച്ചിരുന്നു. അവിടെ മരപ്പലകകളും അതിൽ കണ്ടാഭരണങ്ങളും ഉണ്ടായിരുന്നു. ഖണ്ഡോബ പറഞ്ഞു: ഈ ബാലൻ ഇവിടെ ഇരുന്ന് 12 വർഷം തപസ്സനുഷ്ഠിച്ചു. ജനങ്ങൾ ബാലനോട് അതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി. ബാലൻ ശരിയായ ഉത്തരം പറയാതെ അത് തൻ്റെ ഗുരുസ്ഥാനമാണെന്നും പുണ്യസ്ഥലമാണെന്നും അത് വേണ്ട പോലെ പരിരക്ഷിക്കണമെന്നും പറഞ്ഞു. ജനങ്ങൾ ഇടനാഴിക മുന്നെപ്പോലെ അടച്ചു. അശ്വത്ഥവും ഔദുംബരവും അത്തിമരവും പുണ്യവൃക്ഷങ്ങളായി കരുതുന്നത് പോലെ വേപ്പുമരത്തെ ബാബ പുണ്യവൃക്ഷമായി കരുതി ബഹുമാനിച്ചു വന്നു. മഹൽസാപതി മുതലായ ഷിർദി ഭക്തന്മാർ ഈ സ്ഥലത്തെ ബാബയുടെ ഗുരുവിൻ്റെ സമാധി സ്ഥാനമായി കരുതി അവിടെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. 3 സത്രങ്ങൾ. 1. പ്രസ്തുത വേപ്പുമരം നിൽക്കുന്ന സ്ഥലവും പരിസരവും ഹരിവിനായക് സതേ എന്നയാൾ വാങ്ങി. അവിടെ സതേ വാഡ എന്ന പേരിൽ ഒരു വലിയ സത്രം നിർമ്മിച്ചു. ഈ സത്രം മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ തീർത്ഥാടകർക്കുള്ള ഒരേ ഒരു താവളം. വേപ്പിനടുത്ത് ഒരു ഉയർന്ന തറ കെട്ടി അതിന് ഒതുക്കുകൾ നിർമ്മിച്ചു. ഭക്തന്മാർക്ക് ആ തറയിൽ വടക്കോട്ട് നോക്കിയിരിക്കാം. അവിടെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരം ചന്ദനത്തിരി മുതലായത് കത്തിക്കുന്നവർ സന്തുഷ്ടരാവുമെന്ന് വിശ്വസിച്ചു വരുന്നു. ഈ സത്രം പഴകി ദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അറ്റകുറ്റപ്പണികൾ വേണ്ടിവന്നു. ഇപ്പോൾ സംസ്ഥാൻ വകയായി വേണ്ട പണികളും കൂട്ടിച്ചേർക്കലും പുതുക്കലും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. 2. പിന്നീട് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ദീക്ഷിത് വാഡ എന്ന സത്രം കൂടി ഉണ്ടാക്കി. കാക്കാ സാഹിബ് ദീക്ഷിത് എന്ന ബോംബെ സോളിസിറ്റർ ഇംഗ്ലണ്ടിൽ പോയി. അവിടെ വെച്ച് ഒരു അപകടത്തിൽ കാലിന് പരിക്കേറ്റു. എന്ത് ചെയ്തിട്ടും പരിക്ക് മാറിയില്ല. നാനാ സാഹിബ് ചന്ദോർക്കർ അദ്ദേഹത്തോട് ബാബയെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ 1909 അദ്ദേഹം ബാബയെ കണ്ടു. പ്രാർത്ഥിച്ചത് മനസ്സിൻ്റെ ഞൊണ്ടൽ മാറ്റാനാണ്, കാലിൻ്റെ ഞൊണ്ടലിനല്ല. ബാബ ദർശനത്താൽ സന്തുഷ്ടനായി അദ്ദേഹം ഷിർദിയിൽ താമസിക്കാൻ തീർച്ചപ്പെടുത്തി. അങ്ങനെ സ്വന്തം ആവശ്യത്തിനും ഭക്തന്മാരുടെ ഉപയോഗത്തിനുമായി ഒരു സത്രം തീർത്തു. ഇതിൻ്റെ ശിലാസ്ഥാപനം 10/12/1910 നടന്നു. അന്ന് 2 പ്രധാന സംഭവങ്ങൾ കൂടിയുണ്ടായി. 1. ദാദാ സാഹിബ് ഖബർദിക്ക് വീട്ടിൽ പോകാൻ അനുവാദം കിട്ടി. 2. ചാവടിയിൽ വെച്ച് രാത്രി ആരതി തുടങ്ങിവെച്ചു. 1911 രാമനവമി ദിവസം സത്രം പണിതീർത്ത് ആൾ താമസം തുടങ്ങി. 3. മൂന്നാമതായി കോടീശ്വരനായ നാഗ്പൂരിലെ മിസ്റ്റർ ബൂട്ടി കൊട്ടാര സദൃശമായ ഒരു സത്രം കൂടി നിർമ്മിച്ചു. ലക്ഷക്കണക്കിന് പണം ചെലവാക്കി നിർമ്മിച്ച ഈ കെട്ടിടം ബാബയുടെ സമാധി സ്ഥലമായി മാറി. ഈ സത്രം സമാധി മന്ദിരം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ മന്ദിരം നിൽക്കുന്ന സ്ഥലം മുമ്പ് ബാബ നേരിട്ട് നട്ടു നനച്ചു വന്നിരുന്ന ഒരു പൂന്തോട്ടമായിരുന്നു. മുമ്പ് യാതൊന്നുമില്ലാതിരുന്ന സ്ഥലത്ത് ഇങ്ങനെ 3 സത്രങ്ങൾ ഉയർന്നു വന്നു. ഇതിൽ സതേവാഡയാണ് ആദ്യകാലങ്ങളിൽ ഏറ്റവും ഉപയുക്തമായിരുന്നത്. വാമൻ താത്തയുടെ സഹായത്താൽ ബാബ നോക്കി വന്ന തോട്ടത്തിൻ്റെ കഥയും ബാബ ഷിർദിയിൽ നിന്ന് താൽക്കാലികമായി തിരോധാനം ചെയ്തതും ചാന്ദ് പട്ടേലിൻ്റെ കല്യാണ പാർട്ടി ഒന്നിച്ച് വീണ്ടും ബാബ ഷിർദിയിൽ വന്നതും ദേവിദാസ്, ജാനകിദാസ്, ഗംഗാഗീർ എന്നിവരുടെ സംസർഗവും മൊയ്തീൻ തമ്പോളിയുമായി ബാബയുടെ ഗുസ്തിയും പള്ളിയിലെ താമസവും ഡങ്കോളി മുതലായ ഭക്തന്മാരുടെ പ്രേമവും മറ്റ് സംഭവങ്ങളും അടുത്ത അധ്യായത്തിൽ വിവരിക്കുന്നതാണ്. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.